കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങലേരിയിൽ നിപ്പ മൂലം ഒരാൾ മരണപ്പെട്ടതിന്റെയും ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ജാഗ്രത ശക്തമാക്കി അയൽ പഞ്ചായത്തായ കരിമ്പുഴയും. കരിമ്പുഴയിലെ കണ്ടെയ്ൻമെന്റ് സോൺ വാർഡുകൾ പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് KM ഹനീഫ അറിയിച്ചു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങലേരിയിൽ നിപ്പ സ്ഥിരീകരിച്ചതിനാൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 4, 6, 7 വാർഡുകൾ അടച്ചിട്ടിട്ടുണ്ടെങ്കിലും ചങ്ങലേരിയിൽ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും. ആളുകൾ നിയന്ത്രണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചങ്ങലേരിയിൽ ഒരു വ്യക്തിക്ക് നിപ്പ ബാധിച്ച് മരിച്ചത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ കുറച്ചുകൂടെ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മകനും കൂടി ഇന്ന് നിപ്പ സ്ഥിരീകരിച്ചായി ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. നമുക്ക് അങ്ങ് ദൂരയിലെ ചൈനയിലോ മറ്റോ കോവിഡ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും കേരളത്തിൽ വരില്ല എന്നൊക്കെ നമ്മൾ ആശ്വസിച്ചവരാ. പക്ഷെ അത് നമ്മൾ എല്ലാവരും വന്ന് വലിയ പ്രയാസം ഉണ്ടാക്കി. അതുപോലെ തന്നെയായിരുന്നു നിപ്പയും ഇപ്പം നമ്മളുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായും തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഉണ്ടായി, അത് നമ്മൾ തരണം ചെയ്തു. രണ്ടാമത്തെ നിപ്പ ഇവിടെ സ്ഥിരീകരിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തു. മൂന്നാമത്തെ ഒരാൾ കൂടെ നിപ്പ ബാധിച്ച ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 4, 6, 7 വാർഡുകൾ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് വീണ്ടും SP-യുടെയും മെഡിക്കൽ വിഭാഗത്തിന്റെയും ഒക്കെ നിർദ്ദേശം വന്നിട്ടുണ്ട്. കൂടുതൽ ശക്തമായ രീതിയിലേക്ക് ഈ അടച്ചിടൽ പരിപൂർണമാക്കണം എന്നുള്ളത് ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർത്തും പൂർണ്ണമായ രീതിയിൽ തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. 6, 7 വാർഡുകൾ കരിമ്പുഴ 2 വില്ലേജിലാണുള്ളത്. അവിടെ നിന്ന് ഒരാളും തന്നെ പുറത്തേക്കോ അകത്തേക്കോ പോകാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ സ്വയമേവ ആളുകൾ തയ്യാറാകുകയും തീരുമാനമെടുക്കുകയും വേണം. അതേപോലെ തന്നെ കാവുണ്ട 4-ാം വാർഡ് ഇതേ അവസ്ഥയിലാണുള്ളത്. പക്ഷെ നമ്മളുടെ ജനങ്ങൾക്ക് എത്ര നമ്മൾ പറഞ്ഞാലും അത് മനസ്സിലാകാത്ത ഒരു വിധമാണുള്ളത്. മെഡിക്കൽ വിഭാഗമായാലും പോലീസായാലും മറ്റേത് സംവിധാനം പറഞ്ഞാലും നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. കോവിഡ് പോലെയല്ല നിപ്പ എന്ന് എല്ലാവർക്കും അറിയാം. നിപ്പ വന്നാൽ 75% എന്ന് മെഡിക്കൽ വിഭാഗം പറയുന്നുണ്ടെങ്കിലും 100% തന്നെയാണ് ഡെത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ മാരകമാണ്. ഈ 4-ാം വാർഡിലെയും 6-ലെയും 7-ലെയും ശക്തമായ കാവൽ 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആരും ആശുപത്രിയിലേക്കാണ് അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കാണെന്ന് പറഞ്ഞ് വന്നാൽ ആരെയും നമ്മൾ പുറത്തേക്ക് വിടില്ല. ഏത് ആവശ്യമുണ്ടെങ്കിലും പോലീസിനോടോ പഞ്ചായത്ത് മെമ്പർമാരോടോ RRT പ്രവർത്തകന്മാരോടോ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായകനാണെങ്കിലും അത് അവിടെ എത്തിച്ചു തരും. ഇനി പുറത്തൊരു ഹോസ്പിറ്റൽ പോകേണ്ടെന്ന ഒരു അസുഖം വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ 4-ാം വാർഡ് കാവുണ്ടയിൽ നിന്ന് ഇന്ന് ഭയാനകമായ മറ്റൊരു വെളിപ്പെടുത്തൽ ഒരു സുഹൃത്ത് എനിക്ക് എത്തിച്ചു തന്നു. അത് മറ്റൊന്നുമല്ല, 4-ാം വാർഡിൽ കള്ള് ചെത്തുന്ന ആളുകളുണ്ട് ധാരാളം. അപ്പൊ അവര് കള്ള് ചെത്തുന്ന ആളുകൾ കള്ള് ചെത്തി ആ കള്ള് കോട്ടപ്പുറം ഷാപ്പിൽ കൊണ്ടുവന്ന് അളക്കുന്നു, എന്നിട്ട് അത് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം വവ്വാലുകൾ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഈ പനയിലും അതുപോലെ തന്നെ ഉള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള മരങ്ങളിലൊക്കെ തന്നെയാണ്. അപ്പൊ ആ കള്ളൊക്കെ കൊണ്ടുവന്ന് വിറ്റാൽ നമ്മുടെ കഷ്ടകാലത്തിൽ അതിൽ പ്രയാസം വന്നാൽ വളരെ വലിയ വ്യാപനം ഉണ്ടാവും. അപ്പൊ ഇതൊരു വ്യാപനത്തിലേക്ക് പോകുന്നു എന്ന് ഇന്ന് മെഡിക്കൽ വിഭാഗത്തിന്റെ നമ്മുടെ മണ്ണാർക്കാട് കമ്മാപ്പ ഡോക്ടറുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശബ്ദ സന്ദേശം ഒക്കെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളോട് പറയാനുള്ളത് നിർബന്ധമായും മാസ്ക് ധരിക്കുക. കണ്ടെയ്ൻമെന്റ് സോണിലുള്ള ആളുകൾ നിർബന്ധമായും N95 മാസ്ക് തന്നെ ധരിക്കണം. അതോടൊപ്പം തന്നെ പുറത്തുള്ള ആളുകൾ പാലക്കാട് ജില്ലയിൽ തന്നെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് പാലിക്കുക. കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുക. അകലം കൃത്യമായി പാലിക്കുക. സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകർ നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് അല്ല, നിങ്ങളുടെയൊക്കെ ഒരു സുഹൃത്തായി സഹോദരനായി താഴ്മയോടെ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്.